നമുക്ക് ബെഡ്റൂമിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ബെഡ്റൂം എവിടെ വരാം, എവിടെ വരാൻ പാടില്ല, ബെഡ്റൂമിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഏതൊരു വീടിൻ്റെയും സൗത്ത് വെസ്റ്റ്, അതായത് കന്നിമൂല ഭാഗത്തായിരിക്കണം ഗൃഹനാഥൻ്റെ ബെഡ്റൂം വരാനുള്ളത്. ഈ ഡോർ എവിടെ വരണം എന്നുള്ളതാണ്. കന്നിമൂലയിലെ ബെഡ്റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്ക് നിന്ന് കയറുന്ന രീതിയിലോ വടക്ക് കിഴക്ക് ഭാഗത്ത് വടക്ക് നിന്ന് കയറുന്ന രീതിയിലോ നമുക്ക് ഡോറ് വെക്കാവുന്നതാണ്. വടക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്ക് നിന്ന് കയറുന്ന രീതിയിലോ വടക്ക് കിഴക്ക് ഭാഗത്ത് വടക്ക് നിന്ന് കയറുന്ന രീതിയിലോ നമുക്ക് ഡോർ സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബെഡ് ഇടുന്നത് കിഴക്കോട്ടോ തെക്കോട്ടോ തലവെച്ച് കിടക്കുന്ന രീതിയിൽ നമുക്ക് ബെഡ് സെറ്റ് ചെയ്യാം. ഇതിലുപരി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമ്മുടെ ലക്കി ഡയറക്ഷൻ അറിയാം എന്നുള്ളവർക്ക് ആ ലക്കി ഡയറക്ഷനിൽ തലവെച്ച് കിടന്നുറങ്ങുന്നത് വളരെയധികം പ്രോസ്പിരിറ്റി തരുന്നതായി കാണുന്നുണ്ട്. നമ്മുടെ ക്യാഷ് ബോക്സ് അഥവാ നമ്മൾ ക്യാഷ് വയ്ക്കുന്ന അലമാര അല്ലെങ്കിൽ മേശ ഇത് എവിടെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. തെക്ക് പടിഞ്ഞാറ് റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് അലമാര വയ്ക്കാം. അതായത് കന്നിമൂല റൂമിൻ്റെ കന്നിമൂല ഭാഗത്ത് വടക്കോട്ട് തുറക്കുന്ന രീതിയിൽ നമുക്ക് അലമാര സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ വടക്കോട്ട് തുറക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് തുറക്കുന്ന രീതിയിൽ നമുക്ക് അലമാര അല്ലെങ്കിൽ ക്യാഷ് ബോക്സ് സെറ്റ് ചെയ്യാം. പിന്നെ ഒരു കാരണവശാലും നമ്മൾ ഈ ബെഡ് ഇടുമ്പോൾ ടോയ്ലറ്റിൻ്റെ ഭിത്തിയുമായി ഷെയർ ചെയ്യാൻ പാടില്ല. ടോയ്ലറ്റിൻ്റെ ഭിത്തിയിൽ തല വെച്ച് കിടക്കുന്ന രീതിയിൽ ബെഡ് സെറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ മെയിൻ ഡോറിലേക്ക്, അതായത് നമ്മുടെ ഈ റൂമിലേക്ക് കന്നിമൂല റൂമിലേക്ക് കയറുന്ന ഡോറിലേക്ക് കാലും തലയും വരുന്ന രീതിയിൽ ബെഡ് ഇടാനും പാടില്ല. ഇതിലുപരി ഇവിടെ വരാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. നമുക്ക് അതിനകത്ത് TV, മ്യൂസിക് സിസ്റ്റം, അക്വേറിയം, വെള്ളത്തിൻ്റെ പിക്ചർ അല്ലെങ്കിൽ ലൈവ് പ്ലാന്റിൻ്റെ പിക്ചർ ഇതൊന്നും ബെഡ്റൂമിൽ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ബെഡ്റൂമിലെ കളർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഡാർക്ക് കളറാണ് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ആ ഉറക്കത്തിനൊരു സുഖം കിട്ടാനായിട്ട് ഡാർക്ക് കളർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒരു കാരണവശാലും ബെഡ്റൂമിൽ മിറർ വരാൻ പാടില്ല. അങ്ങനെ മിറർ വന്നിട്ടുണ്ടെങ്കിൽ ആ മിറർ മറച്ച് വേണം നമ്മൾ അതിനകത്ത് കിടക്കാനായിട്ടുള്ളത്. പിന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ആ ടോയ്ലറ്റ് ഒരിക്കലും തുറന്നിടരുത്, എപ്പോഴും അടച്ചു തന്നെ ഇടുക. അതുപോലെ തന്നെ നമ്മൾ കിടന്നുറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ദുസ്വപ്നം കാണുന്നു അല്ലെങ്കിൽ എപ്പോഴും സ്വപ്നം കണ്ട് ഉണരുന്നു എന്നുണ്ടെങ്കിൽ ഡ്രീം ക്യാപ്ചർ എന്ന് പറയുന്ന സാധനം വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് വാങ്ങിച്ച് ബെഡ്റൂമിൽ ഉപയോഗിക്കാം. പിന്നെ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ഐക്യത്തിനായിട്ട് നമുക്ക് ആ റൂമിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് മണ്ടേരിയൻ ഡക്കിൻ്റെ സ്റ്റാച്യു വാങ്ങിച്ച് ഉപയോഗിക്കാം. അതുപോലെ എല്ലാവരും തമ്മിലുള്ള സ്നേഹത്തിനും ഐക്യത്തിനും വേണ്ടിയിട്ട് നമുക്ക് മിസ്റ്റിക് നോട്ടും ഡബിൾ ഹാപ്പിനെസ്സും സിമ്പൽ സൗത്ത് വെസ്റ്റിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായി സാധിക്കും. താങ്ക് യു.